ഓഫ്സൈഡ് ക്രിക്കറ്റ് ന്യൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയുടെ 4ാം ടെസ്റ്റ് തോൽവിക്ക് പിന്നാലെ ഋഷഭ് പന്തിൻ്റെ പുറത്താക്കലാണ് ഏറെ ചർച്ചാ വിഷയമാകുന്നത്. ഒരു ഘട്ടത്തിൽ കടുത്ത ഓസ്ട്രേലിയൻ ആരാധകർ പോലും ഈ ടെസ്റ്റ് സമനിലയിലേക്ക് പോകുമെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഋഷഭ് പന്ത് 6 നേടാനുള്ള ശ്രമത്തിൽ തൻ്റെ വിക്കറ്റ് വലിച്ചെറിഞ്ഞുകൊണ്ട് ഇന്ത്യയെ കടുത്ത തോൽവിയിലേക്ക് തള്ളിയിട്ടത്. 4ാം ഇന്നിംഗ്സിൽ ഇന്ത്യ ബാറ്റിംഗ് തുടങ്ങിയപ്പോൾ തന്നെ സമനിലയ്ക്ക് വേണ്ടി പൊരുതുന്ന കാഴ്ചയാണ് മൈതാനത്ത് കാണാൻ സാധിച്ചത്. അധികം പൊരുതാതെ കോഹ്ലിയും രാഹുലും രോഹിത് ശർമ്മയും മടങ്ങിയപ്പോൾ 26.1 ഓവറിൽ 33 റൺസ് മാത്രമായിരുന്നു ഇന്ത്യൻ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നത്. ഈ ഘട്ടത്തിലാണ് ജയ്സ്വാളിനൊപ്പം ഋഷഭ് പന്ത് ബാറ്റിങ്ങിനെത്തിയത്. തോൽവിയിലേക്ക് ഇന്ത്യ പതിയെ നീങ്ങുന്നതിനിടയിലാണ് ഇരുവരും ചേർന്ന് ഇന്ത്യയെ സമനിലയിലേക്ക് നയിക്കും എന്ന തോന്നൽ ഇന്ത്യൻ ആരാധകർക്കും ഒപ്പം ഓസീസ് ബോളർമാർക്കും ഉണ്ടായത്. ഒരു സെഷൻ മുഴുവനായി ജയ്സ്വാളും ഋഷഭ് പന്തും ചേർന്ന് ഇന്ത്യക്ക് വിക്കറ്റ് നഷ്ടം കൂടാതെ മുന്നോട്ട് നയിക്കുകയായിരുന്നു. എന്നാൽ ബ്രേക്കിന് ശേഷമുള്ള ആദ്യ ഓവറിൽ തന്നെ ട്രാവിസ് ഹെഡ് ഋഷഭ് പന്തിനെ പുറത്താക്കിക്കൊണ്ട് ഓസ്ട്രേലിയയ്ക്ക് ബ്രേക്ക് ത്രൂ നൽകുകയായിരുന്നു. മത്സരത്തിൽ 104 പന്തുകൾ നേരിട്ട ഋഷഭ് പന്ത് 30 റൺസാണ് നേടിയത്. 2 ഫോറും ഇതിൽ ഉൾപ്പെടുന്നു. ഋഷഭ് പന്ത് പുറത്തായ രീതിയാണ് ഏവരെയും അമ്പരപ്പിക്കുന്നത്. ഋഷഭ് പന്ത് പുറത്താകുമ്പോൾ ഇന്ത്യൻ സ്കോർ 58.4 ഓവറിൽ 121 റൺസായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ ഇന്ത്യ സമനില മാത്രമായിരുന്നു ഇന്ത്യക്ക് മുന്നിലുള്ള പോംവഴി. മത്സരം തോക്കാതിരിക്കുക, സമനിലയിലേക്ക് എത്തിക്കുക, ഇത് മാത്രമായിരുന്നു ഇന്ത്യൻ ബാറ്റർമാർക്ക് മുന്നിലുള്ള ഒരു ഏക പോംവഴി. ഋഷഭ് പന്ത് പുറത്താവുമ്പോൾ മത്സരം ഇന്ത്യക്ക് വിജയിക്കുക എന്നത് അപ്രാപ്യമായ ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 6 നേടിക്കൊണ്ട് റൺ റേറ്റ് ഉയർത്തേണ്ട ഒരാവശ്യവും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പ്രധാന ഓസീസ് ബോളർമാരായ കമിൻസും സ്റ്റാർക്കും ലയോണും ബോളണ്ടും ഒക്കെ മുട്ടുകുത്തിയ സമയത്താണ് ഓസീസ് ക്യാപ്റ്റൻ കമിൻസ് പാർട്ട് ടൈം ബോളറായ ട്രാവിസ് ഹെഡിനെ പന്തേൽപ്പിക്കുന്നത്. ട്രാവിസ് ഹെഡിനെ 6 പറത്താനുള്ള ഋഷഭ് പന്തിൻ്റെ ശ്രമമാണ് ബൗണ്ടറി ലൈനിൽ മിച്ചൽ മാർഷിൻ്റെ കയ്യിൽ അവസാനിച്ചത്. പന്തിൻ്റെ പുറത്താകലിന് ശേഷം കൃത്യമായ ഇടവേളകളിൽ ഇന്ത്യക്ക് വിക്കറ്റ് നഷ്ടമായി. അതിനുശേഷം ഇന്ത്യ പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു. എന്തുതന്നെയായാലും ഋഷഭ് പന്ത് വലിച്ചെറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് മാത്രമായിരുന്നില്ല എന്നതാണ് വസ്തുത. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ തുടർന്നുള്ള ഇന്ത്യയുടെ പ്രതീക്ഷയും ഒപ്പം തന്നെ ഇന്ത്യയുടെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്കുള്ള പ്രവേശനത്തിൻ്റെ സാധ്യതകളും ഇതോടുകൂടി മങ്ങിയിരിക്കുകയാണ്. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അവസാന മത്സരത്തിൽ ഓസ്ട്രേലിയ തോൽപ്പിച്ചാൽ മാത്രമേ ബോർഡർ ഗവാസ്കർ ട്രോഫി ഇന്ത്യക്ക് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ഒപ്പം തന്നെ ആ മത്സരത്തിൽ ഓസ്ട്രേലിയ തോൽപ്പിച്ചാൽ പോലും വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലേക്ക് ഇന്ത്യക്ക് യോഗ്യത നേടുക അപ്രാപ്യമായിരിക്കും. മത്സരത്തിലെ ആദ്യ ഇന്നിംഗ്സിലും ഋഷഭ് പന്ത് തൻ്റെ വിക്കറ്റ് വലിച്ചെറിയുകയാണ് ഉണ്ടായത്. സ്കൂപ്പ് ചെയ്യാനുള്ള ശ്രമത്തിനിടയിലാണ് ആദ്യ ഇന്നിംഗ്സിൽ ഋഷഭ് പന്ത് പുറത്തായത്. പരിചയസമ്പന്നനായ ഋഷഭ് പന്തിനെ പോലെയുള്ള ഒരു താരം ഇത്തരത്തിൽ വിക്കറ്റ് വലിച്ചെറിഞ്ഞ് ഇന്ത്യയെ പരാജയത്തിലേക്ക് തള്ളിവിടരുതായിരുന്നു. എന്തുതന്നെയായാലും ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ടീം ഇന്ത്യ വളരെ ശക്തമായി തന്നെ അടുത്ത മത്സരത്തിൽ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.